Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. Hello everyone, welcome back. Today's story ഇന്നത്തെ കഥ ഈസ് അബൌട്ട് മെമ്മറി. ഇന്നത്തെ കഥ ഓർമ്മശക്തിയെക്കുറിച്ചാണ്. ടുഡേയ്സ് സ്റ്റോറി ഈസ് അബൌട്ട് മെമ്മറി. ലേണിംഗ് പഠനത്തെക്കുറിച്ച് ആൻഡ് നെവർ ഗിവിങ് അപ്പ്. ഗിവ് അപ്പ് എന്നാൽ ഉപേക്ഷിക്കുക, കീഴടങ്ങുക. ഇന്നത്തെ കഥ ഓർമ്മശക്തിയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും ഒരിക്കലും കൈവിടാതിരിക്കുന്ന മനോഭാവത്തെക്കുറിച്ചുമാണ്. ഇഫ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ. ഇഫ് യു സംടൈംസ് ഫോർഗെറ്റ് തിങ്സ്, നിങ്ങൾ ചില സമയങ്ങളിൽ കാര്യങ്ങൾ മറന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ. ഫോർഗെറ്റ് എന്നാൽ മറക്കുക. ഓർ അല്ലെങ്കിൽ തിങ്ക്, നിങ്ങൾ കരുതുന്നു യുവർ മെമ്മറി ഈസ് വീക്ക്, നിങ്ങളുടെ ഓർമ്മശക്തി കുറവുള്ള വ്യക്തിയാണ്, ഓർമ്മശക്തി ദുർബലമാണെന്നോ നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദിസ് സ്റ്റോറി ഈസ് ഫോർ യു, ഈ കഥ നിങ്ങൾക്കു വേണ്ടിയുള്ളതാണ്. ലെറ്റ്സ് ബിഗൻ, നമുക്ക് തുടങ്ങാം. മൈ നെയിംസ് അലക്സ്, എൻ്റെ പേര് അലക്സ് എന്നാണ്. ഐ എം 24 ഇയേഴ്സ് ഓൾഡ്, എനിക്ക് 24 വയസ്സുണ്ട്. ആൻഡ് ഐ ഓൾവേസ് ബിലീവ്ഡ്, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ദാറ്റ് ഐ ഹാഡ് ദ വേഴ്സ്റ്റ് മെമ്മറി ഇൻ ദ വേൾഡ്. വേഴ്സ്റ്റ് എന്നാൽ അർത്ഥം ദുർബലമായ, ചീത്തയായ, ഗുണം കുറഞ്ഞ, ഇതൊക്കെയാണ് അർത്ഥം. ലോകത്തിലെ ഏറ്റവും മോശം ഓർമ്മശക്തിയുള്ള വ്യക്തി ഞാനാണെന്ന് ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നു. ഐ ഓൾവേസ് ബിലീവ്ഡ് എന്നാൽ ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നു. വേഴ്സ്റ്റ് എന്നാൽ മോശമായ, ഗുണം കുറഞ്ഞ. മെമ്മറി എന്നാൽ ഓർമ്മശക്തി. ഇൻ ദ വേൾഡ് എന്നാൽ ലോകത്തിൽ. ഐ ഫോർഗോട്ട്, ഞാൻ മറന്നിരുന്നു, മറക്കാറുണ്ടായിരുന്നു. പീപ്പിൾസ് നെയിം, ആളുകളുടെ പേരുകൾ. ഓൺലി മിനിറ്റ്സ് ആഫ്റ്റർ മീറ്റിംഗ് ദം. ഐ ഫോർഗോട്ട് എന്നാൽ ഞാൻ മറക്കാറുണ്ടായിരുന്നു. പീപ്പിൾസ് നെയിം, ആളുകളുടെ പേരുകൾ. ആഫ്റ്റർ മീറ്റിംഗ് ദം, അവരെ കണ്ടുമുട്ടിയതിന് ശേഷം. ഓൺലി മിനിറ്റ്സ് എന്നാൽ മിനിറ്റുകൾക്ക് ശേഷം. ആളുകളെ കണ്ടുമുട്ടി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവരുടെ പേരുകൾ ഞാൻ മറന്നു പോകുമായിരുന്നു. ഐ ഫോർഗോട്ട്, ഞാൻ മറന്നു പോകുമായിരുന്നു. വേർ ഐ പുട്ട് മൈ കീസ്, എൻ്റെ താക്കോലുകൾ എവിടെയാണ് വച്ചത് എന്ന് ഞാൻ മറന്നു പോകുമായിരുന്നു. അവ വച്ച സ്ഥലം ഞാൻ മറന്നു പോകുമായിരുന്നു. മൈ വാലറ്റ്, എൻ്റെ പണസഞ്ചി, അത് എവിടെയാണ് വച്ചതെന്ന് ഞാൻ മറന്നു പോകുമായിരുന്നു. ആൻഡ് ഈവൻ മൈ സ്കൂൾ ബുക്സ്, എൻ്റെ സ്കൂൾ പുസ്തകങ്ങൾ പോലും. എൻ്റെ താക്കോൽ, എൻ്റെ പണസഞ്ചി, അതുപോലെ തന്നെ എൻ്റെ സ്കൂളിലെ ബുക്കുകൾ പോലും എവിടെയാണ് വച്ചതെന്ന് ഞാൻ മറന്നു പോകുമായിരുന്നു. ഡ്യൂറിങ് എക്സാംസ്, പരീക്ഷയ്ക്കിടയിൽ. ഡ്യൂറിങ് എന്നാൽ അതിനിടയിൽ, പരീക്ഷാ സമയത്ത്. ഐ സ്റ്റഡീഡ് ഫോർ മെനി അവേഴ്സ്, പരീക്ഷയുടെ സമയത്ത് ഞാൻ ഒരുപാട് മണിക്കൂറുകളോളം പഠിക്കുമായിരുന്നു. ബട്ട് എന്നാൽ, വെൻ ഐ ലുക്ക്ഡ് അറ്റ് ദ ക്വസ്റ്റ്യൻ പേപ്പർ, എന്നാൽ ഞാൻ ചോദ്യപേപ്പറിലേക്ക് നോക്കുന്ന സമയത്ത് മൈ മൈൻഡ് ബിക്കെയിം എംപ്റ്റി, എൻ്റെ മനസ്സ് ശൂന്യമായതായി തീരുമായിരുന്നു. ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് നന്നായി പഠിക്കുമായിരുന്നു. എന്നാൽ ഞാൻ ചോദ്യപേപ്പറിലേക്ക് നോക്കുന്ന സമയത്ത് എൻ്റെ മനസ്സ് ശൂന്യമായി പോകുമായിരുന്നു. എവറി ഫെയിലിയർ മെയ്ഡ് മീ ലൂസ് കോൺഫിഡൻസ്. ലൂസ് എന്നാൽ നഷ്ടപ്പെടുത്തുക, കോൺഫിഡൻസ് എന്നാൽ ആത്മവിശ്വാസം, ഫെയിലിയർ എന്നാൽ പരാജയം, മെയ്ഡ് മീ എന്നാൽ എന്നെ ആക്കി മാറ്റി. ഓരോ പരാജയവും എൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തി. മെയ്ഡ് ലൂസ് എന്നാൽ നഷ്ടപ്പെടുത്തി. മെയ്ഡ് മീ ലൂസ്, എൻ്റെ ആത്മവിശ്വാസത്തെ നഷ്ടപ്പെടുത്തി ഓരോ പരാജയങ്ങൾ പോലും. ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് ദാറ്റ് ഐ വാസ് സിംപ്ലി നോട്ട് സ്മാർട്ട് ഇനഫ്. ഐ സ്റ്റാർട്ടഡ് തിങ്കിങ്, ഞാൻ ചിന്തിക്കാൻ ആരംഭിച്ചു, ഞാൻ മനസ്സിൽ വിചാരിക്കാൻ തുടങ്ങി. ദാറ്റ് ഐ വാസ് സിംപ്ലി നോട്ട് സ്മാർട്ട് ഇനഫ്, ഞാൻ അത്ര ബുദ്ധിയുള്ള ആളല്ലെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ വേണ്ടത്ര ബുദ്ധിമാനല്ലെന്ന ഒരു തോന്നൽ എനിക്ക് ഉണ്ടാകാൻ തുടങ്ങി. വൺ ഡേ, ഒരു ദിവസം. മൈ ഇംഗ്ലീഷ് ടീച്ചർ, എൻ്റെ ഇംഗ്ലീഷ് അധ്യാപിക. ഗെയ്വ് അസ്, ഞങ്ങൾക്ക് നൽകി. എ ചാലഞ്ച്, ഒരു ദിവസം ഞങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചർ ഞങ്ങൾക്കൊരു ചാലഞ്ച് നൽകി. ചാലഞ്ച് എന്നാൽ ഇവിടെ അർത്ഥം പ്രയാസമുള്ള ഒരു ദൗത്യം, അല്ലെങ്കിൽ പരീക്ഷണം, അല്ലെങ്കിൽ കഴിവ് തെളിയിക്കാനുള്ളൊരു ടാസ്ക്, ഇതൊക്കെയാണ് അർത്ഥം. ഷീ സെഡ്, അവൾ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു. ഫോർ ദ നെക്സ്റ്റ് 30 days, അടുത്ത 30 ദിവസത്തേക്ക്. ട്രെയിൻ യുവർ മെമ്മറി എവറി സിംഗിൾ ഡേ,
എല്ലാ ദിവസവും നിങ്ങളുടെ ഓർമ്മശക്തിയെ പരിശീലിപ്പിക്കുക. ട്രെയിൻ എന്നാൽ ഇവിടെ പരിശീലിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. ഡു നോട്ട് കംപ്ലെയിൻ. കംപ്ലെയിൻ എന്നാൽ കുറ്റപ്പെടുത്തുക, പരാതിപ്പെടുക, അതൊക്കെയാണ് അർത്ഥം. പരാതിപ്പെടരുത്, അതല്ലെങ്കിൽ വേവലാതിപ്പെടരുത്. ഡു നോട്ട് കംപ്ലെയിൻ. ജസ്റ്റ് പ്രാക്ടീസ്. പ്രാക്ടീസ് ചെയ്യുക, മാത്രം ചെയ്യുക. അറ്റ് ഫസ്റ്റ്, ആദ്യത്തിൽ. ഐ ലാഫ്ഡ്, ഞാൻ ചിരിച്ചു. ബിക്കോസ്, കാരണം. ഐ തോട്ട്, ഞാൻ കരുതിയിരുന്നത്. നത്തിങ് വുഡ് ചേഞ്ച്. ആദ്യം ഞാൻ ചിരിച്ചുപോയി, കാരണം ഒന്നും മാറാൻ പോകുന്നില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. സ്റ്റിൽ, എന്നിട്ടും, അങ്ങനെ വിചാരിച്ചിട്ടും. ഐ ഡിസൈഡഡ് ടു ട്രൈ, ഞാൻ ശ്രമിക്കാൻ തീരുമാനിച്ചു. ഞാൻ പരിശീലിക്കാൻ, ടീച്ചർ പറഞ്ഞതുപോലെ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഐ ഡിസൈഡഡ്, ഞാൻ തീരുമാനിച്ചു. ടു ട്രൈ, പരിശ്രമിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഓൺ ദ ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസം. ഐ ലേൺഡ്, ഞാൻ പഠിച്ചു. ഐ ലേൺഡ് 5 ന്യൂ ഇംഗ്ലീഷ് വേർഡ്സ്. ആദ്യത്തെ ദിവസം 5 പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ ഞാൻ പഠിച്ചു. ഐ ലേൺഡ് എന്നാൽ പഠിച്ചു. ഐ റോട്ട്, ഞാൻ എഴുതി. ഐ റോട്ട് ദം, ഞാൻ അവകൾ എഴുതി, ആ വാക്കുകൾ എഴുതി. ഇൻ എ സ്മോൾ നോട്ട്ബുക്ക്, ഒരു ചെറിയ നോട്ട് പുസ്തകത്തിൽ ഞാൻ എഴുതി. ആൻഡ് റെഡ് ദം അലൗഡ് സെവറൽ ടൈംസ് എന്നാൽ ഒരുപാട് തവണ. അലൗഡ് എന്നാൽ ഉച്ചത്തിൽ. റെഡ് എന്നാൽ വായിച്ചു. ഇവിടെ ഇത് വായിച്ചു എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ റെഡ് എന്ന് വായിക്കണം. എഴുതുമ്പോൾ ഒരുപോലെയായിരിക്കും. റീഡ്, റെഡ്. ഞാൻ ആ വാക്കുകൾ ഒരു ചെറിയ നോട്ട് പുസ്തകത്തിൽ എഴുതി വച്ച് പലതവണ ഉറക്കെ വായിച്ചു. ദെൻ, അതിനുശേഷം. ഐ ക്ലോസ് ദ നോട്ട്ബുക്ക്, ഞാൻ നോട്ട് പുസ്തകം അടച്ചു വച്ചു. ആൻഡ്, അതിനുശേഷം. ട്രൈ ടു റിമെമ്പർ ദം, ആ വാക്കുകൾ, എഴുതി വച്ച വാക്കുകൾ ഞാൻ ഓർമ്മിക്കാൻ ശ്രമിച്ചു. ഐ റിമെമ്പേർഡ്, ഞാൻ ഓർമ്മിച്ചു. ഓൺലി 2 വേർഡ്സ്, 2 വാക്കുകൾ മാത്രമാണ് ഞാൻ ഓർമ്മിച്ചിരുന്നത്. ഐ ഫെൽറ്റ് ഡിസപ്പോയിൻറ്റഡ്. ഫെൽറ്റ് എന്നാൽ തോന്നി. ഐ ഫെൽറ്റ് ഡിസപ്പോയിൻറ്റഡ്, എനിക്ക് നിരാശ തോന്നി. പക്ഷേ ഐ ഡിഡ് നോട്ട് സ്റ്റോപ്പ്, ഞാൻ നിർത്തിയില്ല, ഞാൻ എൻ്റെ പരിശ്രമം ഉപേക്ഷിച്ചില്ല. ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം. ഐ റിവ്യൂഡ് ദ സെയിം വേർഡ്സ് ബിഫോർ ലേണിംഗ് 5 ന്യൂ വൺസ്. റിവ്യൂ എന്നാൽ അവലോകനം ചെയ്യുക, പുനർവിചാരണ ചെയ്യുക, ഇതൊക്കെയാണ് അർത്ഥം. നിരൂപണം ചെയ്യുക. ബിഫോർ ലേണിംഗ് എന്നാൽ പഠിക്കുന്നതിന് മുമ്പ്. 5 ന്യൂ വൺസ്, പുതിയ 5 വാക്കുകൾ. അടുത്ത ദിവസം 5 പുതിയ വാക്കുകൾ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ മുമ്പ് പഠിച്ച അതേ വാക്കുകൾ വീണ്ടും ഓർത്തെടുക്കുകയും പഠിക്കുകയും ചെയ്തു. ഇവിടെ റിവ്യൂഡ് എന്നതിനർത്ഥം ആവർത്തിച്ച് നോക്കി എന്നുള്ള അർത്ഥമാണ്. പുനർപരിശോധിച്ചു. ഇറ്റ് ബിക്കെയിം, അത് ആയിത്തീർന്നു. ഇറ്റ് ബിക്കെയിം എ ലിറ്റിൽ ഈസിയർ, അത് അല്പം എളുപ്പമാണെന്ന് തോന്നി തുടങ്ങി. കാര്യങ്ങൾ അല്പാൽപമായി എളുപ്പമാകാൻ തുടങ്ങി. ആഫ്റ്റർ 1 വീക്ക്, ഒരു ആഴ്ചക്ക് ശേഷം. ഐ കുഡ് റിമെമ്പർ, എനിക്ക് ഓർമ്മിക്കാൻ സാധിച്ചു. ഐ കുഡ് എന്നാൽ സാധിച്ചു. ഐ കുഡ് റിമെമ്പർ, എനിക്ക് ഓർമ്മിക്കാൻ സാധിച്ചു. ഓൾമോസ്റ്റ് എവരി വേർഡ്, ഒട്ടുമിക്ക എല്ലാ വാക്കുകളും. എനിക്ക് ഏതാണ്ട് എല്ലാ വാക്കുകളും ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞു. മൈ ടീച്ചർ, എൻ്റെ അധ്യാപിക. സ്മൈൽഡ് ആൻഡ് സെഡ്, എൻ്റെ അധ്യാപിക പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. യുവർ ബ്രെയിൻ ഈസ് ലൈക്ക് എ മസിൽ, നിങ്ങളുടെ മസ്തിഷ്കം ഒരു പേശി പോലെയാണ്. ലൈക്ക് എന്നാൽ പോലെ എന്നുള്ള അർത്ഥം. ബ്രെയിൻ എന്നാൽ മസ്തിഷ്കം, മസിൽ എന്നാൽ പേശി. ദ മോർ യു ട്രെയിൻ ഇറ്റ്, ദ സ്ട്രോങ്ങർ ഇറ്റ് ബിക്കംസ്. നിങ്ങൾ അതിനെ, നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾ എത്രത്തോളം പരിശീലിപ്പിക്കുന്നുവോ അത്രയും അത് കൂടുതൽ ശക്തമാകും. ഹെർ വേർഡ്സ്, അവളുടെ, ടീച്ചറുടെ വാക്കുകൾ. സ്റ്റേഡ് ഇൻ മൈ മൈൻഡ്, ടീച്ചറുടെ, അധ്യാപികയുടെ വാക്കുകൾ എൻ്റെ മനസ്സിൽ തങ്ങി നിന്നു. ഐ ചേഞ്ച്ഡ്, ഞാൻ മാറ്റി. ഐ ചേഞ്ച്ഡ് മൈ ഡെയിലി ഹാബിറ്റ്സ്. ഹാബിറ്റ് എന്നാൽ ശീലം. എൻ്റെ ദൈനംദിന ശീലങ്ങൾ ഞാൻ മാറ്റി. എൻ്റെ ദിവസേനയുള്ള ശീലങ്ങൾ ഞാൻ മാറ്റി. ഇൻസ്റ്റെഡ് ഓഫ് സ്പെൻഡിങ് അവേഴ്സ് സ്ക്രോളിംഗ് ഓൺ മൈ ഫോൺ. ഇൻസ്റ്റെഡ് ഓഫ് എന്നാൽ പകരമായി. സ്പെൻഡിങ് അവേഴ്സ് എന്നാൽ മണിക്കൂറുകൾ ചിലവഴിക്കുന്നതിന് പകരമായി. ഇൻസ്റ്റെഡ് ഓഫ് സ്പെൻഡിങ് അവേഴ്സ്, മണിക്കൂറുകൾ ചിലവഴിക്കുന്നതിന് പകരമായി. സ്ക്രോളിംഗ് ഓൺ മൈ ഫോൺ, എൻ്റെ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ട് മണിക്കൂറുകൾ ചിലവഴിക്കുന്നതിന് പകരമായി. ഐ റെഡ് ബുക്സ്, ഞാൻ പുസ്തകങ്ങൾ വായിച്ചു. ഫോർ 30 minutes എവറി ഈവനിങ്, എല്ലാ വൈകുന്നേരങ്ങളിലും ഞാൻ 30 മിനിറ്റ് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ഐ സ്ലെപ്റ്റ് ഏർലി, ഞാൻ നേരത്തെ ഉറങ്ങിയിരുന്നു. ബിക്കോസ്, കാരണം. മൈ ടീച്ചർ, എൻ്റെ അധ്യാപിക. എക്സ്പ്ലെയിൻഡ് ദാറ്റ്, വിവരിച്ചിരുന്നു. ദ ബ്രെയിൻ സ്റ്റോർസ്, മസ്തിഷ്കം
സൂക്ഷിക്കുന്നു. മെമ്മറീസ് ഓർമ്മകൾ സൂക്ഷിക്കുന്നു. ബെറ്റർ ആഫ്റ്റർ ഗുഡ് സ്ലീപ്പ് നന്നായി ഉറങ്ങിയാൽ തലച്ചോർ ഓർമ്മകൾ കൂടുതൽ ഫലപ്രദമായി സൂക്ഷിക്കുമെന്ന് എൻ്റെ അധ്യാപിക വിശദീകരിച്ചതുകൊണ്ട് ഞാൻ നേരത്തെ ഉറങ്ങാൻ തുടങ്ങി. എവ്രി മോർണിംഗ് എല്ലാ ദിവസവും രാവിലെ ഐ റിവ്യൂഡ് വാട്ട് ഐ ഹാഡ് ലേൺഡ് ദ ഡേ ബിഫോർ തലേ ദിവസം ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പഠിച്ചു. റിവ്യൂഡ് എന്നാൽ ആവർത്തിച്ചു പഠിച്ചു. ദ ഡേ ബിഫോർ തലേ ദിവസം പഠിച്ചത്. വാട്ട് ഐ ഹാഡ് ലേൺ ദ ഡേ ബിഫോർ തലേ ദിവസം ഞാൻ പഠിച്ചിരുന്നത് അത് ഞാൻ വീണ്ടും എല്ലാ ദിവസവും രാവിലെ ആവർത്തിച്ച് പഠിച്ചു. ഐ ഓൾസോ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഷോർട്ട് സമ്മറീസ് ഓഫ് എവറിത്തിങ് ഐ റെഡ് ഞാൻ വായിച്ച ഓരോ കാര്യത്തിൻ്റെയും ചെറിയ ചുരുക്കം എഴുതുന്ന ശീലം ഞാൻ ആരംഭിച്ചു. സമ്മറീസ് എന്നാൽ ചുരുക്കക്കുറിപ്പുകൾ, ചുരുക്കം. ഐ റെഡ് എന്നാൽ ഞാൻ വായിച്ച. സ്റ്റാർട്ടഡ് റൈറ്റിംഗ് എന്നാൽ എഴുതാൻ തുടങ്ങി. ഹി വാസ് 80 years old അദ്ദേഹത്തിന് 80 വയസ്സായിരുന്നു പ്രായം. ബട്ട് എന്നിട്ടും ഹി റിമെമ്പേർഡ് സ്റ്റോറീസ് ഫ്രം ഹിസ് ചൈൽഡ്ഹുഡ് വിത്ത് അമേസിംഗ് ഡീറ്റെയിൽ ചൈൽഡ്ഹുഡ് എന്നാൽ കുട്ടിക്കാലം. അദ്ദേഹത്തിന് 80 വയസ്സായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിലെ കഥകൾ അത്ഭുതപ്പെടുത്തുന്ന വിധം വളരെ വിശദമായി അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു. ഐ ആസ്ക്ഡ് ഞാൻ ചോദിച്ചു. ഐ ആസ്ക്ഡ് ഹിം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഹൗ ഹി റിമെമ്പേർഡ് സോ മച്ച് എങ്ങനെയാണ് നിങ്ങൾ ഇത്രമാത്രം ഓർമ്മിക്കുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഹി സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ് അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഐ പേ അറ്റൻഷൻ വെൻ പീപ്പിൾ സ്പീക്ക് പേ അറ്റൻഷൻ എന്നാൽ മനസ്സിരുത്തി കേൾക്കുക എന്നുള്ള അർത്ഥം. ശ്രദ്ധാപൂർവം കേൾക്കുക. വെൻ പീപ്പിൾ സ്പീക്ക് എന്നാൽ ആളുകൾ സംസാരിക്കുന്ന സമയത്ത്. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ആളുകൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധയോടെ കേൾക്കും. ഐ ലിസൺ വിത്ത് മൈ ഹാർട്ട് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് കേൾക്കും. നോട്ട് ഓൺലി വിത്ത് മൈ ഇയേഴ്സ് എൻ്റെ ചെവികൾ കൊണ്ട് മാത്രമല്ല എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ അവരെ കേൾക്കും. വാട്ട് വി ട്രൂലി കെയർ അബൌട്ട് ഈസ് ഈസിയർ ടു റിമെമ്പർ നമ്മൾ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഓർമ്മിക്കാൻ കൂടുതൽ എളുപ്പമാണ്. നമ്മൾ ശ്രദ്ധയുള്ള മനസ്സോടെ കേൾക്കുന്ന കാര്യങ്ങൾ മറക്കാതെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ എളുപ്പമാണ്. ഹിസ് ആൻസർ സർപ്രൈസ്ഡ് മീ അദ്ദേഹത്തിൻ്റെ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി. ആൻസർ എന്നാൽ മറുപടി, ഉത്തരം. ഐ റിയലൈസ്ഡ് ദാറ്റ് എനിക്കത് ബോധ്യമായി. മെനി ടൈംസ് ഒരുപാട് തവണ. ഐ ലിസൺ വിത്തൗട്ട് റിയലി പേയിങ് അറ്റൻഷൻ ഇതിനർത്ഥം ശ്രദ്ധയോടെ ശരിയായിട്ട് കേൾക്കാതെ എന്നുള്ള അർത്ഥമാണ്. മനസ്സിരുത്തി ശ്രദ്ധിക്കാതെ. മെനി ടൈംസ് ഐ ലിസൺഡ് എന്നാൽ ഞാൻ ഒരുപാട് തവണ കേട്ടിരുന്നത്. പല സന്ദർഭങ്ങളിലും ഞാൻ പൂർണ്ണ ശ്രദ്ധയില്ലാതെയാണ് മറ്റുള്ളവർ പറയുന്നത് കേട്ടിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പേയിങ് അറ്റൻഷൻ എന്നാൽ പൂർണ്ണ ശ്രദ്ധ നൽകുക. വിത്തൗട്ട് പേയിങ് അറ്റൻഷൻ കൂടുതൽ ശ്രദ്ധ, പൂർണ്ണ ശ്രദ്ധ നൽകാതെ. മൈ മൈൻഡ് വാസ് ഓൾവേസ് തിങ്കിങ് അബൌട്ട് സംതിങ് എൽസ് എന്നാൽ മറ്റെന്തെങ്കിലും. ഞാൻ ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് പലപ്പോഴും മറ്റേതോ കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഫ്രം ദാറ്റ് ഡേ ആ ദിവസം മുതൽ തൊട്ട് ഐ ഫോക്കസ്ഡ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കംപ്ലീറ്റ്ലി തികച്ചും. വെന്നെവർ സമ്മൺ ടോക്ക് ടു മീ വെന്നെവർ എന്നാൽ എപ്പോഴാണോ അപ്പോഴൊക്കെ എന്നുള്ള അർത്ഥമാണ്. സമ്മൺ എന്നാൽ ഒരു വ്യക്തി. ടോക്ക് ടു മീ എന്നാൽ എന്നോട് സംസാരിക്കുന്ന സമയത്ത്. വെന്നെവർ സമ്മൺ ടോക്ക് ടു മീ ഒരു വ്യക്തി എന്നോട് എപ്പോഴാണോ സംസാരിക്കുന്നത് അപ്പോഴൊക്കെ. ആ ദിവസം മുതൽ തൊട്ട് ആരെങ്കിലും എന്നോട് സംസാരിക്കുമ്പോഴെല്ലാം ഞാൻ പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കാൻ തുടങ്ങി. ഐ ലുക്ക്ഡ് ഇൻ ടു ദയർ ഐസ് ഞാൻ അവരുടെ കണ്ണുകളിലേക്ക് നോക്കാൻ തുടങ്ങി. ലിസൺ കെയർഫുള്ളി ശ്രദ്ധയോടെ കേൾക്കാൻ തുടങ്ങി. ശ്രദ്ധയോടെ കേട്ടു. മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടു. അവരുടെ കണ്ണുകളിലേക്ക് നോക്കി അവർ സംസാരിക്കുന്ന സമയത്ത് ഞാൻ തികച്ചും പൂർണ്ണ ശ്രദ്ധ കൊടുത്ത് ഒരു വ്യക്തി പറയുന്നത് ഞാൻ കേൾക്കാൻ തുടങ്ങി. ആൻഡ് റിപ്പീറ്റഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇൻ മൈ മൈൻഡ് റിപ്പീറ്റഡ് എന്നാൽ ആവർത്തിച്ചു. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻ മൈ മൈൻഡ് എൻ്റെ ഹൃദയത്തിൽ. ഞാൻ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി ശ്രദ്ധയോടെ കേൾക്കുകയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിൽ വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. സൂൺ വൈകാതെ ഉടനെ ഐ നോട്ടീസ്ഡ് ദാറ്റ് ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചു. ഐ റിമെമ്പേർഡ് കോൺവെർസേഷൻ മച്ച് ബെറ്റർ
മച്ച് ബെറ്റർ എന്നാൽ കൂടുതൽ നന്നായി. കോൺവെർസേഷൻസ് എന്നാൽ സംഭാഷണങ്ങൾ. നോട്ടീസ്ഡ് എന്നാൽ ശ്രദ്ധിച്ചു. അല്പസമയത്തിനകം സംഭാഷണങ്ങൾ മുമ്പത്തേക്കാൾ വളരെ നന്നായി ഞാൻ ഓർമ്മിക്കുന്നുണ്ടെന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചു. മന്ത്സ് പാസ്റ്റ് മാസങ്ങൾ കടന്നുപോയി. ആൻഡ് മൈ കോൺഫിഡൻസ് കണ്ടിന്യൂഡ് ടു ഗ്രോ. കണ്ടിന്യൂഡ് ടു ഗ്രോ എന്നാൽ വളരാൻ തുടങ്ങി. കോൺഫിഡൻസ് എന്നാൽ ആത്മവിശ്വാസം. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ആത്മവിശ്വാസം കൂടുതൽ വളർന്നു. ഡ്യൂറിങ് മൈ ഇംഗ്ലീഷ് എക്സാം ഐ ഫെൽറ്റ് കാം. ഇംഗ്ലീഷ് പരീക്ഷയുടെ സമയത്ത് ഞാൻ ആത്മവിശ്വാസത്തോടെയും ശാന്തമായ മനസ്സോടെയും ഇരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് പാനിക്കിങ് പരിഭ്രമത്തിലാകുന്നതിന് പകരം, ഭീതിയിലാകുന്നതിന് പകരം, ഐ ക്ലോസ്ഡ് ഞാൻ അടച്ചു വച്ചു. മൈ ഐസ് എൻ്റെ കണ്ണുകൾ ഞാൻ അടച്ചു വച്ചു. ഫോർ എ ഫ്യൂ സെക്കൻഡ്സ് കുറച്ച് സെക്കൻഡുകൾ ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ചു വച്ചു. ആൻഡ് റിമെമ്പേർഡ് ശേഷം ഞാൻ ഓർമ്മിച്ചു. മൈ ഡെയിലി പ്രാക്ടീസ് എൻ്റെ ദിനേനയുള്ള പ്രാക്ടീസിനെ കുറിച്ച് ഞാൻ ഓർമ്മിച്ചു. പരിഭ്രാന്തപ്പെടുന്നതിന് പകരം ഞാൻ കുറച്ച് നിമിഷങ്ങൾ കണ്ണുകൾ അടച്ചു വച്ച് എൻ്റെ ദിവസേനയുള്ള പരിശീലനത്തെക്കുറിച്ച് ഞാൻ ഓർത്തു. വൺ ബൈ വൺ ഓരോന്നോരോന്നായി ദി ആൻസേഴ്സ് കെയിം ബാക്ക് ടു മീ. ഓരോന്നോരോന്നായി ഉത്തരങ്ങൾ എൻ്റെ മനസ്സിലേക്ക് തിരിച്ചു വന്നു. കെയിം ബാക്ക് എന്നാൽ തിരിച്ചു വന്നു. ടു മീ എന്നാൽ എന്നിലേക്ക്, എൻ്റെ മനസ്സിലേക്ക്. വെൻ ദ റിസൾട്ട്സ് വെർ അനൗൺസ്ഡ് എന്നാൽ പ്രഖ്യാപിക്കുക. ഫലങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു. ഐ ഹാഡ് ദ ഹയസ്റ്റ് സ്കോർ ഇൻ മൈ ക്ലാസ്. എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും ഉയർന്ന മാർക്ക് എനിക്കായിരുന്നു. ഹയസ്റ്റ് എന്നാൽ ഏറ്റവും ഉയർന്ന. ഐ കുഡ് ഹാർഡ്ലി ബിലീവ് ഇറ്റ് അത് സത്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാനായില്ല. മൈ ക്ലാസ്മേറ്റ്സ് ആസ്ക്ഡ് എൻ്റെ സഹപാഠികൾ ചോദിച്ചു. വാട്ട്സ് യുവർ സീക്രട്ട് എന്നാൽ രഹസ്യം. നിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? ഡിഡ് യു ബൈ നീ വാങ്ങിച്ചോ? ഡിഡ് യു ബൈ എ സ്പെഷ്യൽ ബുക്ക് നീ എന്തെങ്കിലും പ്രത്യേക പുസ്തകം വാങ്ങിച്ചോ? ഡിഡ് യു ടേക്ക് എക്സ്പെൻസീവ് ക്ലാസ്സസ് നീ വില കൂടിയ ക്ലാസുകൾ എടുത്തിരുന്നോ? ഐ സ്മൈൽഡ് ആൻഡ് സെഡ് ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നോ ഇല്ല. ഐ ഓൺലി ചേഞ്ച്ഡ് മൈ ഹാബിറ്റ്സ് ഞാൻ എൻ്റെ ശീലങ്ങൾ മാറ്റുക മാത്രമാണ് ചെയ്തത്. ഐ എക്സ്പ്ലെയിൻ മൈ സിമ്പിൾ റുട്ടീൻ എന്നാൽ ദിനചര്യ. എൻ്റെ ലളിതമായ ദിനചര്യയെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചു. ഐ എക്സ്പ്ലെയിൻഡ് എന്നാൽ വിശദീകരിച്ചു. സിമ്പിൾ റുട്ടീൻ ലളിതമായ ദിനചര്യ. ഐ പെയ്ഡ് ഫുൾ അറ്റൻഷൻ പേ അറ്റൻഷൻ എന്നാൽ ശ്രദ്ധ നൽകുക. അതിൻ്റെ പാസ്റ്റാണ് പെയ്ഡ് അറ്റൻഷൻ. ഞാൻ പൂർണ്ണ ശ്രദ്ധ നൽകി. അതാണ് ഐ പെയ്ഡ് ഫുൾ അറ്റൻഷൻ. ഞാൻ പൂർണ്ണ ശ്രദ്ധ നൽകി. ഞാൻ പൂർണ്ണ ശ്രദ്ധയോടെ കേട്ടു. ഇതൊക്കെയാണ് അർത്ഥം. ഐ റിവ്യൂഡ് വാട്ട് ഐ ലേൺ എവറി ഡേ ഞാൻ പഠിച്ചതെല്ലാം എല്ലാ ദിവസവും ആവർത്തിച്ച് നോക്കുമായിരുന്നു. വാട്ട് ഐ ലേൺഡ് എന്നാൽ ഞാൻ പഠിച്ചത്. ഐ റിവ്യൂഡ് എന്നാൽ ഞാൻ നോക്കുമായിരുന്നു, ആവർത്തിച്ച് നോക്കുമായിരുന്നു. ഐ കണക്റ്റഡ് ന്യൂ ഇൻഫർമേഷൻ വിത്ത് ഓൾഡ് മെമ്മറീസ് പുതിയ വിവരങ്ങളെ ഞാൻ പഴയ ഓർമ്മകളുമായി ബന്ധപ്പെടുത്തി. ഐ സ്ലെപ്റ്റ് വെൽ ഞാൻ നന്നായി ഉറങ്ങിയിരുന്നു. ഐ പ്രാക്ടീസ്ഡ് എ ലിറ്റിൽ എവറി സിംഗിൾ ഡേ ഞാൻ എല്ലാ ദിവസവും മുടക്കാതെ അല്പസമയം പരിശീലിച്ചിരുന്നു. ഇതെല്ലാം ഞാൻ വിശദീകരിച്ചു. ഇതൊക്കെയായിരുന്നു എൻ്റെ ഡെയിലി ദിനചര്യ, എൻ്റെ നിത്യേനയുള്ള ദിനചര്യങ്ങൾ, ലളിതമായ ദിനചര്യകൾ ഇതൊക്കെയായിരുന്നു. ഇത് ഞാൻ അവരോട്, സഹപാഠികളോട് വിശദീകരിച്ചു. സം സ്റ്റുഡൻസ് ചില വിദ്യാർത്ഥികൾ ഫോളോഡ് മൈ അഡ്വൈസ് എന്നാൽ ഉപദേശം. ചില വിദ്യാർത്ഥികൾ എൻ്റെ ഉപദേശം പിന്തുടർന്നു. വൈൽ അതേഴ്സ് അതേസമയം മറ്റുള്ളവർ കരുതി ഇറ്റ് വാസ് ടു സിമ്പിൾ ടു വർക്ക്. ചില വിദ്യാർത്ഥികൾ എൻ്റെ ഉപദേശം അനുസരിച്ചു. എന്നാൽ മറ്റു ചിലർ ഇത്ര ലളിതമായ ഒരു രീതി ഫലപ്രദമാകില്ലെന്ന് കരുതി. എന്നാൽ ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ദോസ് ഹു പ്രാക്ടീസ്ഡ് പരിശീലിച്ചവർ എവറി ഡേ എല്ലാ ദിവസവും പരിശീലിച്ചവർ ഓൾസോ ബിക്കെയിം ബെറ്റർ ലേണേഴ്സ്. ബിക്കെയിം എന്നാൽ ആയിത്തീർന്നു, ഓൾസോ ബിക്കെയിം എന്നാൽ അവരും ആയിത്തീർന്നു എന്നുള്ള അർത്ഥമാണ്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ദിവസവും പരിശീലിച്ചവർ മികച്ച രീതിയിൽ പഠിക്കുന്നവരായി മാറി. ബിക്കെയിം എന്നാൽ ആയി മാറി, ബെറ്റർ ലേണേഴ്സ് നല്ല പഠിതാക്കളായി മാറി. ഇയേഴ്സ് ലേറ്റർ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആയിത്തീർന്നു. ഐ ബിക്കെയിം എൻ ഇംഗ്ലീഷ് ടീച്ചർ ഞാൻ ഒരു ഇംഗ്ലീഷ് അധ്യാപകനായി തീർന്നു. ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് എവറി ക്ലാസ് ഓരോ ക്ലാസ്സിൻ്റെയും ആദ്യ ദിവസം
ഐ ഓൾവേസ് ടോൾഡ് മൈ സ്റ്റുഡൻസ്. ഞാൻ എപ്പോഴും എൻ്റെ വിദ്യാർത്ഥികളോട് പറയുമായിരുന്നു. യു ഡു നോട്ട് നീഡ് എ പെർഫെക്റ്റ് മെമ്മറി. ഞാൻ എപ്പോഴും എൻ്റെ വിദ്യാർത്ഥികളോട് പറയുമായിരുന്നു, നിങ്ങൾക്ക് അസാധാരണമായ ഓർമ്മശക്തി ആവശ്യമില്ല. യു ഡു നോട്ട് നീഡ് എന്നാൽ നിങ്ങൾക്ക് ആവശ്യമില്ല. പെർഫെക്റ്റ് മെമ്മറി അസാധാരണമായ വളരെ തികഞ്ഞ ഓർമ്മശക്തി നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് എല്ലാ ദിവസവും പറയുമായിരുന്നു. യു ഓൺലി നീഡ് ഗുഡ് ഹാബിറ്റ്സ് ആൻഡ് പേഷ്യൻസ്. പേഷ്യൻസ് എന്നാൽ ക്ഷമ, ഹാബിറ്റ്സ് എന്നാൽ ശീലങ്ങൾ. നിങ്ങൾക്ക് വേണ്ടത് നല്ല ശീലങ്ങളും ക്ഷമയും മാത്രമാണ്. വെന്നെവർ എ സ്റ്റുഡൻറ് സെഡ്. വെന്നെവർ എന്നാൽ എപ്പോഴാണോ അപ്പോഴൊക്കെ എന്നുള്ള അർത്ഥമാണ്. വെന്നെവർ എ സ്റ്റുഡൻറ് സെഡ്, എപ്പോഴാണോ ഒരു വിദ്യാർത്ഥി പറയുന്നത് ഐ കാൺട്ട് റിമെമ്പർ എനിത്തിങ്. ഐ കാൺട്ട് റിമെമ്പർ എനിത്തിങ്, എനിക്ക് ഒന്നും ഓർമ്മിക്കാൻ സാധിക്കുന്നില്ലെന്ന് എപ്പോഴാണോ ഒരു വിദ്യാർത്ഥി പറയുന്നത് അപ്പോഴൊക്കെ ഐ സ്മൈൽഡ്, ഞാൻ പുഞ്ചിരിക്കുമായിരുന്നു. ബിക്കോസ് കാരണം ഐ വൺസ് ഫെൽറ്റ് എക്സാക്ട്ലി ദ സെയിം. വൺസ് എന്നാൽ ഒരിക്കൽ, മുമ്പ്. എക്സാക്ട്ലി എന്നാൽ കൃത്യമായി. ഞാൻ പുഞ്ചിരിച്ചു കാരണം ഒരിക്കൽ എനിക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആയതുകൊണ്ട് എപ്പോഴാണ് ഒരു വിദ്യാർത്ഥി പറയുന്നത് എനിക്ക് ഒന്നും ഓർമ്മിക്കാൻ സാധിക്കില്ലെന്ന് അപ്പോഴൊക്കെ ഞാൻ പുഞ്ചിരിക്കുമായിരുന്നു. കാരണം ഇതേ അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഐ റിമൈൻഡഡ് ദം, ഞാൻ അവരെ ഓർമ്മിക്കാറുണ്ട്. ദാറ്റ് സക്സസ് കംസ്, വിജയം വരുന്നത് ഫ്രം സ്മോൾ സ്റ്റെപ്സ് റിപ്പീറ്റഡ് എവറി ഡേ. റിപ്പീറ്റഡ് എന്നാൽ തുടർച്ചയായിട്ടുള്ള, സ്മോൾ സ്റ്റെപ്സ് എന്നാൽ ചെറിയ ചുവടുകൾ. വിജയം എല്ലാ ദിവസവും ആവർത്തിക്കുന്ന ചെറിയ ചുവടുകളിൽ നിന്നാണ് വരുന്നതെന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിച്ചു. എല്ലാ ദിവസവും സ്ഥിരമായി ചെയ്യുന്ന ചെറിയ ശ്രമങ്ങളിലൂടെയാണ് വിജയം നേടാനാകുന്നതെന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിച്ചു. ലുക്കിംഗ് ബാക്ക്, തിരിഞ്ഞു നോക്കുമ്പോൾ, കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തു നോക്കുമ്പോൾ, ഇതൊക്കെയാണ് അർത്ഥം ലുക്കിംഗ് ബാക്ക്. ഐ റിയലൈസ്ഡ്, എനിക്ക് മനസ്സിലായി. ദാറ്റ് മൈ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം, എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വാസ് നെവർ എ വീക്ക് മെമ്മറി. നെവർ എന്നാൽ ഒരിക്കലും ആയിരുന്നില്ല എന്നുള്ള അർത്ഥമാണ്. കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തു നോക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ദുർബലമായ ഓർമ്മശക്തിയല്ലായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. വീക്ക് മെമ്മറി എന്നാൽ ദുർബലമായ ഓർമ്മശക്തി. മൈ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം വാസ് ബിലീവിങ് ദാറ്റ് ഐ കുഡ് നെവർ ഇംപ്രൂവ്. ഇംപ്രൂവ് എന്നാൽ മെച്ചപ്പെടുക. എനിക്ക് ഒരിക്കലും മെച്ചപ്പെടാൻ കഴിയില്ലെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. വൺസ് ഐ ചേഞ്ച്ഡ്, ഞാൻ ഒരിക്കൽ മാറ്റിയപ്പോൾ മൈ മൈൻഡ് സെറ്റ്, എൻ്റെ മൈൻഡ് സെറ്റ് എന്നാൽ ചിന്താഗതി എന്നുള്ള അർത്ഥമാണ് മൈൻഡ് സെറ്റ്. ഒരിക്കൽ ഞാൻ എൻ്റെ ചിന്താഗതി മാറ്റിയപ്പോൾ ആൻഡ് പ്രാക്ടീസ്ഡ് കൺസിസ്റ്റൻ്റ്ലി എന്നാൽ സ്ഥിരമായി. എവറിത്തിങ് ചേഞ്ച്ഡ്, എല്ലാം മാറിമറിഞ്ഞു. ഒരിക്കൽ ഞാൻ എൻ്റെ ചിന്താഗതിയിൽ മാറ്റം വരുത്തി സ്ഥിരമായി പരിശീലിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാം മാറിമറിഞ്ഞു, എല്ലാം മാറി. ടുഡേ, ഇന്ന്. ഐ സ്റ്റിൽ ഫോർഗെറ്റ്, ഞാൻ ഇപ്പോഴും മറക്കാറുണ്ട്. ഫോർഗെറ്റ് എന്നാൽ മറക്കുക, ഞാൻ ഇപ്പോഴും മറക്കാറുണ്ട്. സ്മോൾ തിങ്സ് സംടൈംസ്, ചെറിയ കാര്യങ്ങൾ ചില സമയങ്ങളിൽ ഞാൻ ഇപ്പോഴും മറക്കാറുണ്ട്. ബിക്കോസ് കാരണം എവരിവൺ ഡസ്, എല്ലാവരും ചെയ്യുന്നു, എല്ലാവരും ഇതുപോലെ മറക്കാറുണ്ട്. ഇന്നും ഞാൻ ചില ചെറിയ കാര്യങ്ങൾ ഇടയ്ക്കിടെ മറക്കാറുണ്ട്. കാരണം അത് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. ബിക്കോസ് എവരിവൺ ഡസ് എന്നാൽ കാരണം എല്ലാവർക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇവിടെ ഡസ് എന്നതിന് എല്ലാവർക്കും അങ്ങനെ സംഭവിക്കാറുണ്ട് എന്നുള്ള അർത്ഥമാണ്. എല്ലാവരും മറക്കാറുണ്ട്. ബട്ട് എന്നാൽ ഐ നോ ലോങ്ങർ ഫിയർ ഫോർഗെറ്റിംഗ് എന്നാൽ മറവി, ഫിയർ എന്നാൽ ഭയപ്പെടുക. പക്ഷേ ഇപ്പോൾ മറന്നു പോകുന്നതിനെക്കുറിച്ച് ഞാൻ ഭയപ്പെടാറില്ല. ഐ നോ, എനിക്കറിയാം. ഐ നോ ദാറ്റ് എവറി ഡേ ഈസ് അനദർ ചാൻസ് ടു ട്രെയിൻ മൈ മൈൻഡ് ആൻഡ് ബിക്കം എ ലിറ്റിൽ ബെറ്റർ ദാൻ യെസ്റ്റർഡേ. അനദർ ചാൻസ് എന്നാൽ മറ്റൊരു അവസരം. ടു ട്രെയിൻ എന്നാൽ പരിശീലിക്കാൻ. ബിക്കം എന്നാൽ ആയിത്തീരുക. എ ലിറ്റിൽ ബെറ്റർ എന്നാൽ അല്പം മെച്ചപ്പെട്ട രീതിയിൽ. ദാൻ യെസ്റ്റർഡേ എന്നാൽ ഇന്നലെയുള്ളതിനേക്കാൾ കൂടുതൽ. ഓരോ ദിവസവും എൻ്റെ മനസ്സിനെ വളർത്താനും ഇന്നലെയേക്കാൾ കുറച്ചുകൂടെ മികച്ച ആളാകാനും ലഭിക്കുന്ന മറ്റൊരു അവസരമാണെന്ന് എനിക്കറിയാം. ദ മോറൽ ഓഫ് ദ സ്റ്റോറി,
ഈസ് ഗുഡ് മെമ്മറി ഈസ് നോട്ട് സംതിങ് യു ആർ ബോൺ വിത്ത്. ഈ കഥയുടെ ഗുണപാഠം ഇതാണ്: നല്ല ഓർമ്മശക്തി ജന്മനാ ലഭിക്കുന്ന ഒന്നല്ല. ഇറ്റ്സ് സംതിങ് യു ബിൽഡ് ത്രൂ അറ്റൻഷൻ. ത്രൂ അറ്റൻഷൻ എന്നാൽ ശ്രദ്ധയിലൂടെ. ശ്രദ്ധയിലൂടെയും പരിശീലനത്തിലൂടെയും നിങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന കഴിവാണത്. പ്രാക്ടീസ്, പേഷ്യൻസ് ആൻഡ് നെവർ ഗിവിങ് അപ്പ്. ഗിവ് അപ്പ് എന്നാൽ കീഴടങ്ങുക, പേഷ്യൻസ് എന്നാൽ ക്ഷമ. ഈ കഥയുടെ ഗുണപാഠം ഇതാണ്: നല്ല ഓർമ്മശക്തി ജന്മനാ ലഭിക്കുന്ന ഒന്നല്ല. ശ്രദ്ധ, പരിശീലനം, ക്ഷമ, ഒരിക്കലും കൈവിടാത്ത മനോഭാവം എന്നിവയിലൂടെ നിങ്ങൾ വളർത്തിയെടുക്കുന്ന ഒരു കഴിവാണത്, നല്ല ഓർമ്മശക്തി എന്നുള്ളത്.